നമസ്കാരം. പല കാരണങ്ങൾ കൊണ്ടും കമിതാക്കൾ വേർപിരിയാറുണ്ട്. ചിലർ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ബ്രേക്കപ്പ് ആകാറുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ചൈനയിൽ നടന്നിരിക്കുന്നത്. അതും ഒരു വൈഫൈ കാരണം. ആ സംഭവം ഇങ്ങനെയാണ്. കാമുകിയുടെ പേര് ലീ എന്നാണ്. ലീ പറയുന്നത് ഇങ്ങനെ: മെയ്ദിന അവധിക്ക് താനും തൻ്റെ മുൻ കാമുകനും കൂടി തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ചോങ്കിങ്ങിലുള്ള ഒരു ഹോട്ടലിൽ പോയപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ID ചോദിച്ചു. ID കാർഡ് കാണാത്തതിനാൽ ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് ലീയുടെ ഫോൺ ഹോട്ടലിൻ്റെ വൈഫൈയുമായി ഓട്ടോമാറ്റിക്കായി കണക്ട് ചെയ്തിരിക്കുന്നത് കാമുകൻ ശ്രദ്ധിച്ചത്. ആദ്യമായിട്ടാണ് ആ ഹോട്ടലിൽ ഇരുവരും ചെല്ലുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ അതങ്ങനെയല്ലെന്നും ലീ ഇതിനു മുമ്പ് ഹോട്ടലിൽ ചെന്നിട്ടുണ്ടെന്നും അതിനാലാണ് വൈഫൈ കണക്ട് ആയതെന്നുമായിരുന്നു കാമുകൻ്റെ ആരോപണം. പക്ഷേ താൻ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിൽ വരുന്നതെന്ന് ലീ പറഞ്ഞെങ്കിലും കാമുകൻ ഇത് കേൾക്കാൻ തയ്യാറായില്ല. ഒടുവിൽ ഈ ഒരു കാരണം പറഞ്ഞ് കാമുകൻ ലീയെ ഉപേക്ഷിക്കുകയായിരുന്നു. ലീയുടെ സുഹൃത്തുക്കളും അവളെ വിശ്വസിച്ചില്ല. അവസാനം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവൾ നേരിട്ടിറങ്ങിയായിരുന്നു. അപ്പോഴാണ് നേരത്തെ അവൾ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലെ അതേ യൂസർ നെയിമും പാസ്വേഡുമായിരുന്നു ഈ ഹോട്ടലിൻ്റെതെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. കാമുകനോട് ഇത് പറയാൻ വിളിച്ചെങ്കിലും തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. ഒടുവിൽ ഒരു ലോക്കൽ ന്യൂസിൽ ചെന്ന് കാര്യം പറഞ്ഞു. അവിടെയുള്ള ഒരു റിപ്പോർട്ടർ അവൾക്കൊപ്പം 2 ഹോട്ടലുകളിലും പോയി കാര്യം ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഇത് വാർത്തയായത്. ആ കാമുകൻ ഇനി തിരികെ വന്നാലും തനിക്ക് വേണ്ട എന്ന നിലപാടിലാണ് ലീ.